എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചാറിനായുള്ള നാരങ്ങ ആവശ്യത്തിന് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ ആവശ്യത്തിന് ഉപ്പും പഞ്ചസാര ഇട്ട് തിളപ്പിക്കുക. അതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന നാരങ്ങ ഇടുക. അത് നന്നായി തിളച്ച ശേഷം നാരങ്ങ നന്നായി വെന്തു വരുമ്പോൾ ഇറക്കി വെച്ച് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഈന്തപ്പഴം കുരു കളഞ്ഞ് എടുത്ത് വയ്ക്കുക. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ച് നാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ട് അടുപ്പത്ത് വെച്ച ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നീട് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇടുക. അതും പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് വരട്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് വരട്ടി വയ്ക്കുക. അതൊന്ന് വാടിയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ചൂടായി വരുമ്പോൾ വരണ്ട് വരാൻ നേരത്ത് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഒഴിച്ച ശേഷം അത് നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നാരങ്ങ വേവിച്ച് വെച്ചിരിക്കുന്നത് എടുത്തിടുക. ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്ത് ഇടുക. പിന്നീട് എല്ലാം കൂടി വരട്ടിയ ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് ഇളക്കി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ല സ്വാദിഷ്ടമായി തിന്നാൻ പറ്റിയൊരു നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യമെന്ന് പറയാനായിട്ട് നമ്മൾ പഞ്ചസാരയും ഉപ്പും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കുമ്പോൾ നാരങ്ങക്ക് കയ്പ്പ് അധികം ഉണ്ടാകാറില്ല അതിട്ട് തിളപ്പിക്കുമ്പോൾ. അപ്പം കുട്ടികളെല്ലാം നല്ലവണ്ണം കൂട്ടും. സാധാരണ നാരങ്ങ അച്ചാറിന് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പം നമുക്ക് പഞ്ചസാരയും ഉപ്പും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പ് ഉണ്ടാകാതെ നല്ല ടേസ്റ്റോടെ തിന്നാൻ സാധിക്കും. അതാണ് അങ്ങനെ കാണിച്ചത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ കൂട്ടാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.